നമസ്കാരം. ICC T20 ലോകകപ്പിലെ കിരീട വിജയത്തിന് ശേഷം T20യിൽ ഇന്ത്യ ഈ ആഴ്ച വീണ്ടും കളത്തിലേക്ക്. അയർലൻഡുമായുള്ള രണ്ട് T20കളുടെ പരമ്പരയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാവുകയാണ്. രാത്രി 7:30 മുതൽ ബെൽഫാസ്റ്റിലാണ് ആദ്യ പോരാട്ടം. അടുത്ത മത്സരം ഞായറാഴ്ച രാത്രി 7:30 ഇതേ വേദിയിൽ തന്നെ നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇനി ആവേശകരമായ നോട്ടവും അവരുടെ ആവേശകരമായ വേദിയും ഒക്കെ ഇനി അതായി മാറും. എല്ലാവരും അതിന് പിന്നാലെ മാറും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ വശത്ത് ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ ഫിഫ നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് എല്ലാവരും രണ്ട് മത്സരങ്ങളും ഒരേപോലെ കിടപിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫുട്ബോൾ ആരാധകർക്കും ക്രിക്കറ്റ് ആരാധകർക്കും ഇതെല്ലാം ആവേശകരമായ രാത്രികൾ തന്നെയാണ്. ഓരോ തവണയും അവർ കാത്തിരിക്കുന്നത് ഇത്തരം വേദികൾക്ക് വേണ്ടിയാണ് എന്ന് കൂടി പറയാം. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള പരമ്പരകളിൽ ഒന്നാണിത്. ഇതിലൊന്ന് T20 ലോകകപ്പ് നേട്ടത്തിന് ശേഷം കളിക്കുന്ന ആദ്യ പരമ്പര എന്നത്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ T20 ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരുടെ അരങ്ങേറ്റം കൂടിയായിരിക്കും അയർലൻഡിൽ നടക്കാൻ പോകുന്നത്. മുൻ നായകൻ സൂര്യകുമാർ യാദവ് ടീമിൽ പോലുമില്ല. മറ്റൊരു പ്രത്യേകത കൗമാര ബാറ്റിംഗ് സെൻസേഷൻ ആയിട്ടുള്ള വൈഭവ് സൂര്യവംശിയാണ്. ആദ്യമായി സീനിയർ ടീമിലേക്ക് വന്ന പരമ്പര എന്നതും ഇത് തന്നെയാണ്. ഈ തരത്തിൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് ഈ പരമ്പരയെ ഉറ്റുനോക്കുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വൈഭവിന്റെ വരവോടെ മലയാളി സൂപ്പർ താരവും ഓപ്പണറുമായ സഞ്ജു സാംസൺ പുറത്താവുമെന്നതാണ് ഇനി അറിയാനുള്ളത്. പരമ്പരയിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കാവുന്ന രണ്ട് വ്യത്യസ്ത ടീം കോമ്പിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിലൊന്നായിരിക്കും ഇന്ത്യ ഇറക്കുകയെന്നും ഉറപ്പാണ്. രണ്ട് വ്യത്യസ്ത 11-ൽ തന്നെ ആരൊക്കെ ഉണ്ടാകുമെന്നും അറിയേണ്ടതാണ്. അയർലൻഡിനെതിരെ ഇന്ത്യക്ക് വേണ്ടി വൈഭവ് സൂര്യവംശി അരങ്ങേറ്റം കുറിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. 15-കാരനായ സീനിയർ ടീമിൽ പരീക്ഷിക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു അവസരം ഇനി ലഭിക്കാനില്ല. അതിനാൽ തന്നെ വൈഭവിനെ കയറൂരി വിടാനായിരിക്കും ടീം മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ. വൈഭവിനൊപ്പം ഓപ്പണിംഗിൽ കളിക്കുക അഭിഷേക് ശർമ്മയായിരിക്കും. കാരണം T20യിലെ നമ്പർ 1 ബാറ്ററായ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു 11 ഇറക്കാൻ ടീം മാനേജ്മെന്റിന് താല്പര്യം കാണിക്കില്ല. മാത്രമല്ല വൈഭവ് അഭിഷേക് ജോഡി പവർ പ്ലേ മുഴുവൻ ബാറ്റ് ചെയ്താൽ ഇന്ത്യക്ക് 200+ ടോട്ടലും ഉറപ്പാണ്. ഈ 11-ൽ സഞ്ജു സാംസൺ അവസരം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ബെഞ്ചിലേക്ക് മാറേണ്ടി വരുമ്പോൾ ഇഷാൻ കിഷൻ 3-ാം നമ്പറിൽ ബാറ്റിംഗിന് എത്തുമെന്നതും നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ T20 ലോകകപ്പിലും IPLലും എല്ലാം 1 ഡൗൺ ആയി കളിച്ച് കസറിയ ബാറ്ററാണ് അദ്ദേഹം. ടീമിന്റെ കീപ്പറും ഇഷാൻ തന്നെയാണ്. ഇഷാന് ശേഷം 4-5 സ്ഥാനങ്ങളിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ എന്നിവരുടെ ഊഴമായിരിക്കും. നേതൃനിരയിലേക്ക് വന്നതിനാൽ തന്നെ രണ്ടുപേരും ഇനി ടീമിലെ സ്ഥിരം സാന്നിധ്യവുമായിരിക്കും. ഇവർക്ക് ശേഷം 6 മുതൽ 8 വരെ സ്ഥാനങ്ങളിൽ ഓൾറൗണ്ടർമാരെയാകും ഇന്ത്യ പരീക്ഷിച്ചേക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ പരീക്ഷിക്കുന്നതിന്റെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഊഹാപോഹങ്ങൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുമ്പോഴും മുന്നോട്ട് വെക്കുന്നത്. 6-ാമൻ ശിവൻ ദുബെ ആയിരിക്കും. 7-ൽ മറ്റൊരു സീം ബൗളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയെ കാണാൻ പറ്റും. പരിക്കു കാരണം സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യ പരമ്പരയുടെ ഭാഗമല്ലാത്തതിനാൽ നിതീഷ് മികവ് തെളിയിക്കാൻ ലഭിക്കുന്ന മികച്ച അവസരം കൂടിയായി ഇത് കാണപ്പെടുന്നുണ്ട്. നിതീഷിന് ശേഷം 8-ൽ പരിചയസമ്പന്നനായ ഇടം കയ്യൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേൽ കളിക്കും. 9-ാമൻ ഹർഷിത് റാണയാണ്. ഇത് 9-ാം നമ്പർ വരെ ബാറ്റിംഗിൽ ടീമിന് ആഴവും നൽകും.